കഥ ടൈറ്റാനിക്. രചന ശ്രീകണ്ഠൻ കരിക്കകം. ടൈറ്റാനിക് എന്നു പേരുള്ള ഈ ബഹുനില കെട്ടിടത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് സ്റ്റാർ എന്ന മാർജിൻ ഫ്രീ ഷോപ്പിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഞങ്ങൾ നാട്ടുകാർ സ്റ്റാർ ഉണ്ണി എന്ന് ആരാധനാപൂർവ്വം വിളിച്ചിരുന്ന വി.ഡി. ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ ഒരിക്കൽ ഈ ഉണ്ണിച്ചേട്ടൻ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ളൊരു വീഡിയോഗ്രാഫറായിരുന്നു. ചിങ്ങവും വിഷുവും ഒക്കെ ആയാൽ അയാൾക്ക് നീണ്ട 4 കൈയും കാലും ഒക്കെ വെച്ചതായി ഞങ്ങൾക്ക് തോന്നും. ആ ഫ്രെയിമിനുള്ളിൽ ഒന്ന് കടന്നുകൂടാൻ ആത്മാനുരാഗമുള്ള, ഉള്ളിൽ അല്പം തരളിത പച്ചയുള്ള ഏതൊരു മനുഷ്യനും കൊതിക്കും. അതായത് കല്യാണക്കാലം എന്നാൽ സ്റ്റാർ ഉണ്ണിയുടെ പുഷ്കല സുരഭില കാലം എന്നർത്ഥം. കങ്കാരു കുഞ്ഞുങ്ങൾ തല പുറത്തിട്ടിരിക്കുന്നത് പോലെ വിവിധയിനം ക്യാമറ ലെൻസുകൾ തലനീട്ടിയിരിക്കുന്ന കീഴ്പോക്കറ്റുകളുള്ള ഓവർകോട്ട്, പറ്റവെട്ടി മെഴുകിട്ട് മിനുക്കിയ മീശ, 4 6 പോക്കറ്റും പിന്നെ കെട്ടും പൂട്ടും ഒക്കെയുള്ള കാർഗോ പാൻറ്, വേട്ടക്കാരൻ്റെ കറുത്ത കൂർമ്പൻ തുപ്പി, ചുണ്ടിലെരിയുന്ന വെളുത്ത പഞ്ഞി സിഗരറ്റ്, കാതിൽ ചരട് തൂങ്ങുന്ന കണ്ണട, പ്രതാപങ്ങളായി നീട്ടി വളർത്തിയ ചെമ്പൻ മുടി, വിരലുകളിൽ പച്ചയും ചുവപ്പും കല്ലുവെച്ച മോതിരങ്ങൾ. അങ്ങനെ ക്യാമറയുടെ വ്യൂ ഫൈൻഡർ എന്ന തൊപ്പിക്കണ്ണിലൂടെ അയാൾ നോക്കുമ്പോൾ ഏത് ലോകമാണ് കാണുന്നതെന്നറിയാതെ ഞങ്ങൾ അത്ഭുതപ്പെടുമായിരുന്നു. ഏതാനും ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ നാട് 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസം, അന്നാണ് ഞാൻ അയാളെ ഏകദേശം 2.5 വർഷത്തിനു ശേഷം വീണ്ടും അവിടെ വെച്ച് കാണുന്നത്. ഇടുങ്ങിയ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയൊതുക്കി തിരിയുമ്പോൾ അയാൾ പറഞ്ഞു, "സർ, സ്കൂട്ടറിൻ്റെ കീ അതിത്തതിന് വെച്ചിരുന്നാൽ മതി, ഞാൻ നോക്കിക്കൊള്ളാം." തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടു പിന്നിൽ അതാ പരിചയഛായ ഉള്ള ഒരാൾ വെടിപ്പ് കുറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു. ചീട്ട് കശക്കും പോലെ ഓർമ്മകളെ ഇഴതെറ്റാതെ ചിക്കി നിൽക്കവേ ഒരൊറ്റ കൊത്തിൽ ജാതകവും ഭാവിയും പറയുന്ന ഒരു തത്തയുടെ വിചാരവേഗത്തിൽ അയാൾ തലയിൽ ധരിച്ചിരുന്ന തൊപ്പി ഊരിമാറ്റി എൻ്റെ മുന്നിൽ കൂനി നിന്നു. തെളിച്ചമില്ലാത്ത ഇടത്തേക്ക് വെളിച്ചമടിക്കുമ്പോൾ സ്വയം വെളിച്ചമായി മാറുന്ന ചില ഭൗതിക വസ്തുക്കളില്ലേ, അതുപോലെയായിരുന്നു പിന്നീട് അയാളുടെ വെളിപ്പെടുത്തലുകളെല്ലാം. ജനങ്ങൾ വന്നും പോയും ഇരുന്ന ആ നടവഴിയിൽ തന്നെ നിന്നയാൾ തൻ്റെ ദുരിതങ്ങളുടെ കല്ലും മണ്ണും നിറഞ്ഞ അവൽപ്പൊതി അഴിച്ചു. അതെല്ലാം അങ്ങനെ ഒറ്റ നിശ്വാസത്തിലും ഇരട്ടപ്പെരുക്കത്തിലും കേട്ടു നിൽക്കെ വടക്കൻ അന്റാർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുമലയിലിടിച്ച് 1500ഓളം യാത്രക്കാർ മുങ്ങിമരിച്ച ആ കപ്പൽ എൻ്റെ കൺമുന്നിൽ എന്നോണം പതിയെ ആടിയുലഞ്ഞു. അതിലൊരാളായി ഞാനും, പിന്നെ അയാളും, ഒപ്പം ഒരു പ്രപഞ്ചവും. പിന്നെ ആ കപ്പൽ അങ്ങനെ നടുക്കടലിൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ ഒരു നേർത്ത ചരടെറിഞ്ഞുകൊടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, "പോട്ടെ ഉണ്ണിച്ചേട്ടാ, എല്ലാം മാറും, എല്ലാം ശരിയാകും. പഴയതിലും കരുത്തോടെ നിങ്ങൾ മടങ്ങി വരും. തൽക്കാലം ഈ തൊഴിൽ നല്ലതാണ്. വെറുതെ എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ കൂനണ്ട. വിനയം മതി, വിധേയത്വം വേണ്ട. പുറമെ അല്പം കൂടി ഉഷാറായി നിൽക്കണം. കാഴ്ചയിൽ ഒരു മേജർ ജനറൽ ആണെന്നൊക്കെ തോന്നിക്കണം. അത്രയൊക്കെ മതി." അതു കേൾക്കെ മുഖത്ത് വലിഞ്ഞുകൂടിയ എല്ലാ ദുരിതകാർമ്മിക കോളുകളും അയച്ച് അയാളൊന്ന് ചിരിച്ചു. സത്യത്തിൽ ഭീകരമായ ഒരു അതിവൈകാരികതയുടെ ചെളിക്കുണ്ടിലേക്ക് കഴുത്തറ്റം ആഴ്ന്നുപോകാൻ സാധ്യതയുള്ള ഒരു നിമിഷമായിരുന്നു അത്. കെട്ടിപ്പിടിച്ച് കരയുവാനും സങ്കടപ്രബോധനങ്ങൾ കേട്ട് ബോറടിക്കുവാനും പരാധീനതകളിൽ ഒന്നും സഹായിക്കുവാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിധി, ഈശ്വരൻ എന്നിത്യാദി ഉപദംശങ്ങൾ വിളമ്പി വെറുതെ എനിക്കൊരു ഉപദേശിയാകാമെന്നല്ലാതെ മറ്റൊന്നിനും കഴിയില്ലെന്ന് മറ്റാരെക്കാളും എനിക്കറിയാമായിരുന്നതുകൊണ്ടാണ് ആ തോന്നലിനെ ഇത്തരം ഭംഗിവാക്കുകളാൽ അലങ്കരിച്ച് ലഘുവായി നേരിട്ടത്. വേലി കെട്ടിയതുപോലെയുള്ള ആ ഫ്രെയിമിനുള്ളിൽ നിന്നും പുറത്തു കടക്കാനാകാതെ നിൽക്കുമ്പോൾ ശരിക്കും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ തോന്നിയത് നാട്ടിലെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയായിരുന്നു. അത്താഴത്തിന് കഴിച്ച മീനും അത് പാകം ചെയ്ത കറിച്ചട്ടിയും 5 വിരലും ഈമ്പി പാത്രം നക്കി തുടയ്ക്കുന്നതുവരെ വീഡിയോയും ചിത്രങ്ങളായുമിട്ട് മനുഷ്യരെ വെറുപ്പിക്കുന്നവരാരും തന്നെ ഇതുവരെ ഒരു മനുഷ്യൻ്റെ തകർച്ചയോ ഇത്തരമൊരു ഗതികേടോ ഗ്രൂപ്പിനുള്ളിൽ വിളമ്പിയിട്ടില്ല. എന്നെപ്പോലെ നാടുവിട്ട് മാറിപ്പോയവരെ കൂട്ടിപ്പിടിക്കാനെന്ന് പറഞ്ഞു തുടങ്ങിയ പുതിയ ക്ലോസ്ഡ് ഗ്രൂപ്പിലും ഇക്കാര്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ തന്തപ്രമാണിമാരെയും അവരുടെ പിതൃപരമ്പരകളെയും പൂരപ്പാട്ടിൻ്റെ താളത്തിൽ മനസാ സ്മരിച്ചുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ മുന്നിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആകാതെ സ്ക്രീൻ പ്രസൻസോടെ കട്ടയ്ക്ക് നിന്നു. അപ്പോഴും പറുദീസയിൽ നിന്ന് നരകവാരുതിയിലേക്ക് ആ മനുഷ്യൻ എങ്ങനെയാണ് കേവലം 1-2 വർഷത്തിനിടയിൽ വീണുപോയതെന്ന് തിരിച്ചറിയാത്ത എൻ്റെ പതുങ്ങലിനൊരു ഇരുണ്ട ദുഃഖത്തിൻ്റെ ഛായയുണ്ടായിരുന്നു. ഭൂതസ്മരണകൾ ഇരമ്പുന്ന ടൈറ്റാനിക് എന്ന കൂറ്റൻ കപ്പലിൻ്റെ അതേ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വലിയ കെട്ടിടത്തിനരികിലൂടെ പോകുമ്പോഴെല്ലാം പണ്ടൊരു ഗ്രീഷ്മത്തിൽ
ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 6 ദിവസത്തെ യാത്രയ്ക്കായി പുറപ്പെട്ട ആ ആഡംബര കപ്പലായി ഈ കെട്ടിടത്തെയും അതിനു നേരെ ഒളിച്ചും പതുങ്ങും എത്തിയ മഞ്ഞുപാളിയായി ഈ നഗരത്തെയും ഞാൻ പലപ്പോഴും രസകരമായി സങ്കല്പിക്കാറുണ്ട്. പുറത്തുനിന്ന് കണ്ടാൽ കടലാഴങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ കപ്പലിന്റെ ഭാഗമാണെന്ന് തോന്നിച്ചിരുന്ന ഒരു മാർജിൻ ഫ്രീ ഷോപ്പായിരുന്നു അത്. കപ്പലിൽ വെള്ളം കയറിയാൽ ആദ്യം തന്നെ മുങ്ങിപ്പോകുന്ന ഒരു കമ്പാർട്ട്മെന്റ്. ഒരിക്കൽ ഇതേ നഗരത്തിന്റെ മറ്റൊരു കോണിലായിരുന്നു ഡബ്ബിങ്ങും എഡിറ്റിങ്ങും മിക്സിങ്ങും ഒക്കെ ചെയ്തിരുന്ന ഉണ്ണിച്ചേട്ടന്റെ ബ്ലൂ സ്റ്റാർ എന്ന സ്റ്റുഡിയോ. ചില സിനിമാ താരങ്ങൾ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, സംവിധായകർ എന്നിവരെയൊക്കെ ഞങ്ങൾ ആദ്യമായി കണ്ടത് ആ മുറ്റത്ത് വെച്ചാണ്. ശരിക്കും ഞങ്ങൾക്കത് പുതുമയുള്ളൊരു കാഴ്ചയായിരുന്നു. ഒന്നോ രണ്ടോ മുറുക്കാൻ കടയും അത്രയും തന്നെ പലവ്യഞ്ജന കടകളും, കവിത ടെക്സ്റ്റൈൽസ് എന്നൊരു തുണിക്കടയും, മീൻ തലക്കറി സ്പെഷ്യൽ കിട്ടുമായിരുന്ന ഒരു കള്ള് ഷാപ്പും, തെറ്റിയാറിന്റെ തീരത്തായി ഗണപതി അണ്ണന്റെ സൈക്കിൾ കടയുമൊക്കെയായി ഒതുങ്ങി നിന്നിരുന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അലങ്കരിച്ച കേക്കിന് മുകളിൽ വെച്ച കുഞ്ഞു ചെറിപ്പഴം പോലെയായിരുന്നു. 4-5 വർഷം കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് തന്നെ വീഡിയോ കാസറ്റുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ബേബി മൂൺ എന്ന ഒരു കടയും ഉണ്ണിച്ചേട്ടൻ തുടങ്ങി. 10 രൂപ മുതൽ 25 രൂപയ്ക്ക് വരെ ദിവസ വാടകയ്ക്ക് കാസറ്റുകൾ കിട്ടിയിരുന്ന ആ വീഡിയോ കടയ്ക്ക് മുന്നിലൂടെ പോകുമ്പോൾ രജനീകാന്തിൻ്റെയും കമൽഹാസന്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ചിത്രങ്ങൾ 70mm സ്ക്രീനിൽ കിടന്ന് തുള്ളി തുടിക്കും. എപ്പോഴും തിരക്കായിരുന്ന അയാൾക്ക് യുദ്ധസമാനമായ വേഗത്തിൽ പായുന്ന ഒരു ഓമ്നി വാനും പിൻസീറ്റുകൾക്ക് വിസ്താരമുള്ള ടവേര എന്ന കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ആർക്കും എളുപ്പത്തിൽ ഓവർടേക്ക് ചെയ്ത് കയറുവാൻ കഴിയാത്ത റേറ്റിംഗ് കൂടിയ ഒരു സംഭവമായിരുന്നു സ്റ്റാർ ഉണ്ണിയും അയാളുടെ സംരംഭങ്ങളും. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്കുള്ള കാരണങ്ങളെ ചുരുക്കി പറഞ്ഞാൽ സംഭവിച്ചത് ഇത്രയുമായിരുന്നു. അങ്ങോളം ഇങ്ങോളമുള്ള പാച്ചിലിനിടയിൽ എപ്പോഴോ ശ്വാസകോശങ്ങളിൽ ക്ഷയരോഗം കടന്നൽ കൂടൊരുക്കി. ഇടിമുഴക്കമുട്ട് ഇടവേളകളിൽ വന്നിരുന്ന ചുമ അതിൻ്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയാനായില്ല. എല്ലാം വൈകി. നെഞ്ചിൽ മുഴങ്ങിയ അപശബ്ദങ്ങൾക്ക് പിന്നിൽ സൂക്ഷ്മമായി എഡിറ്റ് ചെയ്യാത്ത ഉപേക്ഷയും ഉണ്ടായിരുന്നു. 4-5 ചിങ്ങവും കല്യാണക്കാലവും ഒക്കെ കഴിഞ്ഞപ്പോൾ നെഞ്ചിലെ കടന്നൽക്കൂട് മുഴുത്തു. ഓരോ ചുമയും ഓരോ ഫ്രീ കിക്കിൻ്റെ മുഴക്കമായി. ഇരുട്ടും നിഴലും വീണ നീണ്ട ആശുപത്രിവാസം തൊഴിലിൻ്റെ ഫ്ലാഷ് ലൈറ്റുകളെ ഒന്നൊന്നായി കെടുത്തി. എഡിറ്റിംഗ് ടേബിളിൽ ജീവിതം അങ്ങനെ വെട്ടിക്കൂട്ടിയ മട്ടിൽ കിടന്നു. പിന്നാലെ വന്ന കൊറോണ കൂടിയായപ്പോൾ ചിത്രം പൂർത്തിയായി. അയാളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഉടലൊരു കുറ്റി പെൻസിൽ പോലെയായി. അതോടെ ആ കപ്പൽ അപായമണി മുഴക്കാൻ തുടങ്ങി. അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട ആ ആഡംബര കപ്പലിനുള്ളിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാകണം അപ്പോഴത്തെ ആ നിൽപ്പിനിണങ്ങുന്ന വണ്ണം ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്. മൂടൽമഞ്ഞ് കാരണം ഭീകരമായ ആ മഞ്ഞുമലയെ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നവർക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. തിരക്കുകൾക്കിടയിൽ വന്നു പോയിരുന്ന ചുമയും ഏതാണ്ട് അതുപോലെയായിരുന്നു. ഒരു ചുക്ക് കാപ്പിയോ താലീസ് മുട്ടായിയോ കുരുമുളകിട്ട ഒരു മുട്ടയോ നാരങ്ങ ചേർത്ത് ഒരു പൈൻ്റോ ഒക്കെ കഴിക്കുമ്പോൾ ചെറിയ ആശ്വാസം തോന്നും. അന്നേരം ക്യാമറയും എടുത്തുകൊണ്ട് പായും. ഒടുവിൽ കപ്പൽ തകർന്നു. ആ രാത്രിയിൽ കടലിൽ ചന്ദ്രൻ്റെ പ്രകാശവുമില്ലായിരുന്നു. ഞാൻ ആടി ഉലയുന്ന കപ്പലിലും കടലിലും ഇല്ലെന്ന് അന്നേരം അയാളെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് തോന്നി. കാരണം ഇങ്ങനെ ചില രോഗങ്ങൾക്ക് ഏതാനും ഒറ്റമൂലികൾ കഴിച്ചുകൊണ്ട് ഞാനും എൻ്റെ കപ്പൽ അങ്ങനെ ഓടിക്കുകയാണ്. തിരയും ചുഴിയും തള്ളി ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണമായിരുന്നു. അമിത വിശ്വാസമായിരുന്നു എല്ലാത്തിനും കാരണം. അതുകൊണ്ടാണ് കപ്പലിൻ്റെ അടിത്തട്ടിൽ തിരമാലകൾക്കൊപ്പം മഞ്ഞുപാളി അടിക്കുന്നത് കാണാനാകാതെ പോയത്. പെട്ടെന്ന് വർത്തമാനത്തെ ഒന്ന് മുറിച്ചിട്ട് അയാൾ ആ ടൈറ്റാനിക്കിൻ്റെ മുൻവശത്തായി പാർക്ക് ചെയ്യുവാൻ ഇഴഞ്ഞിഴഞ്ഞെത്തിയ ഒരു കാറിന് സൈഡ് പറഞ്ഞു കൊടുക്കുവാൻ ചെറിയ 3 പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോയി. അതേ ജാഗ്രതയോടെ വേഗം മടങ്ങി വന്ന് വർത്തമാനത്തിൻ്റെ ഒരിഴ പോലും പൊട്ടാതെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. അപകടത്തിൽ നിന്ന് 1 മൈൽ മാത്രം അകലെയുള്ളപ്പോഴാണല്ലോ ക്യാപ്റ്റൻ ആ മഞ്ഞുമല കണ്ടത്. അന്നേരം അലാറം മുഴക്കിയിട്ടോ സിഗ്നലുകൾ അയച്ചിട്ടോ കാര്യമില്ലായിരുന്നു. പിന്നെ ടൈറ്റാനിക് പോലെ അത്രയും വലിപ്പമുള്ളൊരു കപ്പലിൻ്റെ ഗതി മാറ്റാൻ അത്രയും സമയവും പോരായിരുന്നു. ഒരു വേള എൻ്റെ ജീവിതത്തിൻ്റെയും എല്ലാം വളരെ വൈകിപ്പോയി. കേവലം ഒരു ചുമയിൽ തുടങ്ങിയ പ്രയാസങ്ങൾ കോവിഡ് കാലവും കൂടിയായപ്പോൾ മുങ്ങിത്താണു. അന്നേരം സൈഡ് പറഞ്ഞു കൊടുത്ത വണ്ടിക്കാരി പുറത്തിറങ്ങി വന്ന് നന്ദി സൂചകമായി അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. പ്രായമേറിയിട്ടും കവളിൽ നുണക്കുഴികളുണ്ടായിരുന്ന ഒരു പ്രൗഢ. ആ ചിരിയുടെ ഒരു തുണ്ട് എനിക്ക് കൂടി പകർന്ന ശേഷം അവർ മുകളിലേക്ക് കയറിപ്പോയി. അന്നേരമാണ് എനിക്കും ആ 2ാമത്തെ നിലയിലേക്കാണല്ലോ പോകേണ്ടതെന്ന വിചാരമുണ്ടായത്. ഇതൊന്നും അറിയാതിരിക്കാൻ എത്ര വർഷമായിട വികാസേ നീ നാട്ടിൽ നിന്നെല്ലാം പോയിട്ട്? 4 അതോ 5? ഉണ്ണിച്ചേട്ടൻ എൻ്റെ ഷർട്ടിൻ്റെ കോളറിലൂടെ
അകത്തേക്ക് നുഴഞ്ഞുകൊണ്ടിരുന്ന ഒരു പച്ച പുഴുവിനെ ചൂണ്ടുവിരൽ കൊണ്ട് നിലത്ത് തട്ടിയിട്ട് ഷൂസ് കൊണ്ട് ചതച്ചരച്ചു. ഞാനൊരു നിമിഷം ആ പുഴു ഒരു നേർത്ത രേഖയായി മാറുന്നത് നോക്കി നിന്ന ശേഷം പതുക്കെ പറഞ്ഞു, ഏയ് 4 5 ഒന്നും അല്ല. അച്ഛൻ മരിച്ചിട്ട് 3 വർഷം. അയാൾ ഭൂതകാലത്തിന്റെ വിഴുപ്പുഭാണ്ഡം പേറുന്ന ഒരു കഴുതയെപ്പോലെ കുറച്ചുനേരം തൊപ്പി ഊരിപ്പിടിച്ചു നിന്നു. അയാളെ ആ പണിക്ക് ഏർപ്പാടാക്കിയ വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടെ പേര് മറ്റെന്തിനേക്കാളും ശ്രദ്ധയാകർഷിക്കത്തക്ക വിധം സുവർണ്ണ നൂലിൽ തുന്നിയൊരു മുദ്രയായി തൊപ്പിയിലും ഷർട്ടിന്റെ ഇരുഭുജങ്ങളിലും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുബീനയെ നിനക്കറിയില്ലേ? ജെയിംസ് ക്യാമറൂൺ സിനിമയായി ടൈറ്റാനിക്കിന്റെ ഒരു പോസ്റ്റർ മഞ്ഞ വെളിച്ചം ചിതറുന്ന ഒരു നിയോൺ ഗ്ലാസ് പെട്ടിയുടെ പുറത്ത് പതിപ്പിച്ച് ആ കെട്ടിടത്തിന്റെ ഉയരമുള്ള പ്രവേശന കവാടത്തിൽ തൂക്കിയിരുന്നു. ലിയനാർഡോ ഡി കാപ്രിയോയും കെയ്റ്റ് വിൻസ്ലെറ്റും വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ആ ചിത്രം കണ്ടു നിൽക്കെ സിനിമയിൽ അവർ ചേർന്ന് അനശ്വരമാക്കിയ എവ്രി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന പ്രണയഗാനത്തിന്റെ അലയടികൾ മറ്റൊരു തിരപ്പാട്ടായി എൻ്റെ പിൻകഴുത്തിൽ ഒരു കൂർമ്മൻ മുത്തമിട്ടു. ഇടയ്ക്കിടെ ഞാൻ ആ വെളിച്ചം കൊണ്ട് അലങ്കരിച്ച സിനിമാ ബോർഡിൽ മെഴികൾ കോർത്തു കെട്ടുന്നത് കണ്ടിട്ടാകാം ഉണ്ണിച്ചേട്ടൻ അങ്ങനെ ചോദിച്ചത്. കണ്ടിട്ടുണ്ട്. പ്രാവ് വളർത്തിയിരുന്ന പീരുക്കണ്ണ് സാഹിബിന്റെ 6 മക്കളിൽ ഇളയവൾ. പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല. അല്ലെങ്കിലും നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് മാത്രമല്ലേ അത്രയും ഉയരത്തിൽ നിന്നൊക്കെ ഒരു തുടുത്ത പഴം പറിച്ചെടുക്കാൻ കഴിയൂ. ഞാൻ ആ ഗാനത്തിന്റെ വയലിൻ കമ്പികളിൽ ഹൃദയം ചേർത്ത് വെച്ച് കമ്പനം കൊള്ളുന്ന ഒരു താഴ്ന്ന ശ്രുതിയിൽ പറഞ്ഞു. പഞ്ഞിക്കായ പോലെ തൂങ്ങിപ്പോയ അയാളുടെ കവിളുകളിൽ അന്നേരം അസ്തമയ സൂര്യന്റെ നേർത്ത സിന്ദൂരവർണ്ണം ഒരു തുടിപ്പായി പടർന്നു കയറി. തോറ്റാലും ജയിച്ചാലും പ്രണയത്തിൽ ഒരാൾ ഒരിക്കൽ സാഹസികനായിരുന്നുവെങ്കിൽ പിന്നെ ഏതു പ്രായത്തിലും അയാൾ അങ്ങനെയായിരിക്കും. ആ ഓർമ്മകൾ അയാളെ ഉന്മത്തനാക്കും. അതെ, അയാൾ സാഹസികനാണെങ്കിൽ മാത്രം. ഉച്ചതിരിഞ്ഞ 3 മണി നേരമായിരുന്നു അത്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നഗരം സ്കൂൾ കുട്ടികളാലും അവരെയും കൊണ്ടുപോകുന്ന വാഹനങ്ങളാലും പൊട്ടിയൊഴുകുന്ന ഒരു ഉഷ്ണജല പ്രവാഹമാകും. തൊട്ടടുത്ത സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിന്റെ റിഹേഴ്സൽ നടക്കുകയാണ്. ഇരുമ്പ് ബൂട്ടുകൾ ഒന്നിച്ചൊരേ താളത്തിൽ ഉരയുന്നതിൻ്റെയും ബാൻഡുകൾ മുറുകുന്നതിൻ്റെയും കമാൻഡുകൾ വലിഞ്ഞു മുറുകുന്നതിൻ്റെയും ഒച്ചയാണ് ചുറ്റിലും. സ്വാതന്ത്ര്യമെന്നാൽ അച്ചടക്കത്തിൽ നിന്നും ഉരുവം കൊള്ളുന്ന ഭയം. എനിക്കാണെങ്കിൽ ആ തിരക്ക് പൊട്ടുന്നതിന് മുൻപ് ആ ബിൽഡിങ്ങിലെ തന്നെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പുസ്തകശാലയിൽ നിന്നും അതേ ദിവസം തന്നെ പ്രകാശനം ചെയ്യുന്ന ഒരു പുസ്തകം വാങ്ങണമായിരുന്നു. ഈ നഗരത്തെക്കുറിച്ച് തന്നെയുള്ളൊരു വലിയ നോവൽ. നമ്മൾ കാരണം മറ്റൊരാൾ ആവശ്യത്തിലേറെ ദുഃഖമനുഭവിക്കുന്നതിൽ പരം സങ്കടം വേറെയുണ്ടോ? കൂടുതൽ പ്രയാസം തോന്നിയത് മൈലാഞ്ചിയും കുപ്പിവളയും അണിഞ്ഞ് ചില നിലാവുള്ള രാത്രികളിൽ എനിക്ക് വേണ്ടി മാത്രം അവൾ പാടുമായിരുന്ന കത്തുപാട്ടിലെയും ഒപ്പനപ്പാട്ടുകളിലെയും ഒക്കെ നീണ്ട വരികൾ പലതും അവൾ ആ പിടപ്പുകൾക്കിടയിൽ മറന്നുപോയതിനാലാണ്. 2 പരിചയക്കാർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അന്നേരം അതുവഴിയെ നടന്നുപോയി. ഞാൻ വെറുതെ ഓർത്തു, ഈ പുരുഷന്മാർ എന്തിനും ഏതിലും ഒരു കണ്ണാടി കാഴ്ചയിലെന്നോളം തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടു തുടങ്ങുന്ന ഒരു പ്രായമുണ്ട്. അന്നറിയാം അയാളുടെ കപ്പലിൻ്റെ അടിപ്പലക ഇളകി തുടങ്ങിയെന്ന്. അത്തരമൊരു മധ്യവയസ്കന്റെ ആകുലതകളോടെ അയാൾ എൻ്റെ മുന്നിൽ നിന്നു. ആ ജലം പൊടിഞ്ഞ കണ്ണുകളിൽ ഒരു മൈലാഞ്ചിപ്പാട്ടിൻ്റെ ഓളം വെട്ടി. വിധിയിലും ഭാഗ്യത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്ന അമ്പലങ്ങളിൽ മുടങ്ങാതെ പോകുമായിരുന്ന അമ്മയെ എനിക്ക് എങ്ങനെയും കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ എടുത്താൽ പൊങ്ങാത്തൊരു പുരോഗമനപ്പെട്ട മുതുകിൽ ചുമന്ന് നടന്ന അച്ഛനായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്ന വലിയ വാശി. എങ്കിൽ പിന്നെ ആ കള്ളനും പോലീസും കളിയിൽ തോറ്റുകൊടുക്കരുതെന്ന് എനിക്കും തോന്നി. പണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒന്നിലധികം യുവജന പ്രസ്ഥാനങ്ങളുടെ സമരവേദികളിൽ നിന്ന് തരാതരം പോലെ മതേതര പൊങ്കാലയും ജനാധിപത്യ ബീഫും നവോത്ഥാന പെറോട്ടയും അടിക്കുന്ന പ്രൊഫസർ വാസുദേവൻ എന്ന ഉയരം കുറഞ്ഞ മനുഷ്യനെ ഞാൻ ഒരു വേഗക്കാഴ്ചയിൽ ഓർത്തുകൊണ്ട് പുഞ്ചിരിയോട് പറഞ്ഞു, ചേട്ടാ, പലർക്കും പുരോഗമനം പുറത്തിറങ്ങുമ്പോൾ മാത്രം നിവർത്തിപ്പിടിക്കാനുള്ള ഒരു മുത്തുകുടയല്ലയോ? സ്വന്തം കാര്യം വരുമ്പോൾ പടിക്ക് പുറത്ത് മടക്കി വെക്കും, വീട്ടിനുള്ളിലേക്ക് കുനിഞ്ഞു കയറും. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴയൊരു മലയാളം അധ്യാപകൻ പറഞ്ഞതാണ്. ഉണ്ണിച്ചേട്ടൻ മറ്റൊരു കപ്പൽ ഛേദത്തിന്റെ തിരക്കോളിൽ നിന്ന് എന്തോ ഓർത്തെടുത്തതുപോലെ ചിരിച്ചു. പിന്നെ അയാൾക്കു മാത്രം കേൾക്കാവുന്ന ഒരൊച്ചയിൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, മലയാളം അധ്യാപകൻ. എനിക്കന്നേരം കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. 15 16 നിലകളുള്ള ആ കെട്ടിടത്തിലേക്ക് മനുഷ്യർ അങ്ങനെ ആക്ഷനും കട്ടുമില്ലാത്ത ഒരു നീണ്ട ദൃശ്യം പോലെ ഇരമ്പിക്കൊണ്ടിരുന്നു. പുതിയ ഇനം വാച്ചുകൾ, തുണിത്തരങ്ങൾ, സുഗന്ധലേപനങ്ങൾ, ഗിഫ്റ്റ് ആർട്ടിക്കിളുകൾ, പുസ്തകങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവ മുഖാമുഖം നോക്കിയിരിക്കുന്ന ഒന്നിലധികം കടകളും, പകലും രാത്രിയും തിരിച്ചിട്ട് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് യുദ്ധം ചെയ്യുന്ന ഏതാനും IT കമ്പനികളും, ഷോപ്പിംഗ് സെന്ററുകളുമൊക്കെ കഴിഞ്ഞാൽ മറ്റു നിലകളിൽ മനുഷ്യരും പാർത്തിരുന്നു. ഉയരങ്ങളിലേക്ക് പോകുന്തോറും തന്നിൽ തന്നെ വല്ലാതെ ചുരുങ്ങുകയും
ഒതുങ്ങുകയും ചെയ്തിരുന്ന മനുഷ്യർ. ഒരിക്കൽ 1000-വും 10,000-വും കൊണ്ട് അമ്മാനമാടിയിരുന്ന ഒരു വൈഡ് സ്ക്രീനിൽ നിന്നും വെറും 12,000 രൂപയിലേക്ക് ഞാൻ ജീവിതത്തെ സൂം ചെയ്ത് ഒതുക്കിയതെങ്ങനെയെന്ന് അറിയാമോ? അയാൾ ചോദിച്ചു. മാസം 12,000 ശമ്പളം. ഇവിടെ പണിക്ക് ഏർപ്പാടാക്കിയ ഏജൻസിക്ക് മാസം 500 രൂപ. എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ 250. ആൾ കേരള സെക്യൂരിറ്റി ജോബ് സഹകരണ സംഘത്തിൽ 250. അങ്ങനെ 1000. ഒരു മാസം സൈക്കിളിൽ കാറ്റടിക്കുക, ബ്രേക്ക് മുറുക്കുക, പഞ്ചർ ഒട്ടിക്കുക, ബൾബ് ശരിയാക്കുക തുടങ്ങിയ ചെറിയ ചെറിയ പണികൾക്കായി മിനിമം 200. രാത്രി ജോലിയുള്ള ദിവസങ്ങൾ കൊതുക് തിരിക്കും, ബീഡിക്കും സിഗരറ്റിനും 100 150. വല്ലപ്പോഴും ഒരു ചായയോ എണ്ണപ്പലഹാരമോ വാങ്ങിക്കഴിച്ചാൽ 200 രൂപ. 2 പെൺകുട്ടികൾ പഠിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ ചിലവ് 5000 രൂപ. വീട്ടുവാടക 2000-ഓളം രൂപയുടെ മരുന്ന്, ബാക്കി 3000 രൂപയിലെ പിന്നിക്കേറിയ ജീവിതം. ഞങ്ങൾ രുചികൾ കുറയ്ക്കും, ഗന്ധങ്ങൾക്ക് ഷട്ടറിടും, ആർഭാടങ്ങൾക്ക് മേൽ ഉരുക്കുവേലി കെട്ടും. ഒരാൾ അയാളുടെ മുഖത്തേക്ക് ക്യാമറ തിരിച്ചാൽ അത് ആ പരിസരമാകെ ഒപ്പിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ആ മുഖമോ വസ്തുക്കളോ അവിടെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു ക്യാമറ അയാൾ എൻ്റെ മുഖത്തേക്കും ശ്രദ്ധയോടെ തിരിക്കുന്നതായി എനിക്ക് തോന്നി. എല്ലാം കേട്ട് കഴിയുമ്പോൾ പിന്നെ എത്രയുണ്ടാകും എന്നോർത്ത് ഞാൻ ഭയന്നു. അന്നേരം അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന ഒരു കുടുംബം ലിഫ്റ്റ് ഇറങ്ങി പുറത്തേക്ക് വന്നു. ഇരു കൈകളിലും പിന്നെ ഒരു ട്രോളിയിലുമായി കുത്തി നിറച്ച കുറേ സാധനങ്ങൾ. മുന്നിൽ നടന്ന കുട്ടിയുടെ കാലിലെ ചെരുപ്പിനുള്ളിൽ നിന്ന് ശൈത്യകാലത്ത് വരുന്നൊരു കിളിക്കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. 10,000 വില വരുന്ന ഒരു പാവക്കുട്ടി അവളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി കവളിലുരുമ്മിക്കൊണ്ട് തോളിൽ കിടന്ന് മയങ്ങുന്നു. അവരുടെ നിലം പതിഞ്ഞോടുന്ന വാഹനത്തിന് മറ്റു വാഹനങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്തേക്കിറങ്ങുവാനുള്ള വഴിയൊരുക്കുവാൻ അയാൾ എന്നെ വിട്ട് പുറത്തോട്ടിറങ്ങി. ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മനുഷ്യൻ ഒരിക്കൽ ചെയ്ത തൊഴിൽ തന്നെയാണ് പിന്നെന്ത് തൊഴിൽ ചെയ്യുമ്പോഴും ചെയ്യുന്നത്. ഞാൻ നോക്കി നിന്നു. 3-4 ക്യാമറകൾ വ്യത്യസ്ത ആംഗിളുകളിൽ വെച്ച് ഒരു രംഗം ചിത്രീകരിക്കുന്ന മിഴിവോടെ അയാൾ ഓരോ വണ്ടിയെയും നിയന്ത്രിച്ചു. വിവിധ ഫ്രെയിമുകളിൽ വാഹനങ്ങളെ ഒതുക്കി നിർത്തി അതിനുള്ളിലേക്ക് സാധനങ്ങളെല്ലാം ഒരു എഡിറ്റിംഗ് സൂക്ഷ്മതയോടെ എടുത്തു വെച്ചു. അന്നേരം ആദ്യം തോന്നിയ കൂന അയാൾക്കില്ലായിരുന്നു. അയാൾ വീണ്ടും വൈകാരിക പ്രക്ഷുബ്ധതയുടെ കടലിടുക്കിലേക്ക് വീഴാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയോടും കൂടി ഞാൻ പറഞ്ഞു, ഈ കെട്ടിടത്തിന് മുന്നിൽ ചേട്ടൻ നിൽക്കുമ്പോൾ ശരിക്കും ടൈറ്റാനിക് കപ്പലിലെ എഡ്വേർഡ് ജോൺ സ്മിത്ത് എന്ന കപ്പിത്താൻ തന്നെ. അയാളത് കേട്ടിട്ടൊന്നും അയഞ്ഞില്ല. കാറ്റ് പിടിച്ചതുപോലെ മുറുകി നിന്നു. പഴയ രൂപഭാവങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഭൂമിശാസ്ത്രത്തിലേക്കുള്ള അയാളുടെ ഷിഫ്റ്റ് ശരിക്കും അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇറക്കം കുറഞ്ഞ കടും നീല നിറമുള്ള പാൻറ്റും മഞ്ഞ നിറമുള്ള പരുക്കൻ കോട്ടൺ ഷർട്ടും, ഒരു അടിമ വ്യാപാരിയുടെ തലക്കിണങ്ങുന്ന ഇളം നീല നിറമുള്ള ഒരു തൊപ്പി, അടിവശം ഒരു സോപ്പ് കീറുപോലെ തേഞ്ഞു തീർന്ന ബ്രൗൺ ഷൂസ്, ഒരു ക്യാപ്റ്റൻ്റെ കുപ്പായത്തിൽ നിന്നോണം തുന്നിപ്പിടിച്ച ഏതാനും നക്ഷത്രങ്ങളും നീണ്ട തൊങ്ങലുകളും വലിപ്പം തീരെ കുറഞ്ഞ 2 പോക്കറ്റുകളും ദയനീയമായ അലങ്കാരങ്ങളായി അതിലുണ്ടായിരുന്നു. കേവലം 3000 രൂപയിൽ മുതിർന്ന 2 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബം ഒരു മാസം ഞെങ്ങി ഞെരുങ്ങി കഴിയുന്നതിൻ്റെ ഭയാനക ദൃശ്യം ആ പുസ്തകശാലയിലേക്കുള്ള പടിക്കെട്ടുകൾ നടന്നു കയറുന്നതിനിടയിൽ ഒരു കണ്ണാടി ചിത്രം പോലെ എൻ്റെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ആ മനുഷ്യനോടൊപ്പം ആ കുടുംബവും നേർത്ത് ഇല്ലാതായിത്തീരുന്ന കാഴ്ച എൻ്റെ കാൽക്കുഴകളെ തളർത്തി. എനിക്ക് അയാളെ അല്പമെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന 2 വർത്തമാനങ്ങൾ പറയുവാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ഞാൻ പുസ്തകറാക്കുകൾക്കിടയിലൂടെ വെറുതെ നടക്കുമ്പോൾ ഓർത്ത്. ഒന്ന്, എൻ്റെ വിവാഹത്തിനും വീഡിയോ എടുത്തത് അയാളായിരുന്നു. യാദൃച്ഛികമെന്ന് തന്നെ പറയാം. ആ വീഡിയോയിലെ പലയിടത്തും ടൈറ്റാനിക് എന്ന സിനിമയിലെ പ്രണയഗാനം ഇയാൾ ചേർത്തിട്ടുണ്ടായിരുന്നു. സിനിമയിൽ എന്ന പോലെ ചില രംഗങ്ങൾ അന്ന് ചിത്രീകരിച്ചപ്പോൾ നവവധുവിനേക്കാൾ ലജ്ജാലുവായി നിന്ന് എന്നെ അയാൾ കളിയാക്കിയത് ചിത്ര എല്ലാ വിവാഹ വാർഷിക ദിനങ്ങളിലും ഓർത്തു പറയാറുണ്ട്. മാത്രമല്ല, ഇടയ്ക്കിടെ കാണാൻ തോന്നുന്ന മട്ടിൽ മനോഹരമാണ് ആ വീഡിയോ ഇപ്പോഴും. പിന്നെ മറ്റൊന്ന്, സിനിമയോടുള്ള ആരാധനമോർത്ത് ഞാനൊരിക്കൽ അയാൾക്ക് ശിക്ഷപ്പെടാൻ നടത്തിയ ഒരു ശ്രമമാണ്. പണ്ട് ആദം അഷ്റഫ് എന്ന ഒരാൾ നഗരത്തിലെ ഒരു പൊളിഞ്ഞ ലോഡ്ജിൻ്റെ റൂഫ് ടോപ്പിൽ അടച്ചുമറയൊന്നുമില്ലാതെ നടത്തിയിരുന്ന സത്യൻ ഫിലിം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിൽ നിന്നും സംവിധാനം, തിരക്കഥ രചന, എഡിറ്റിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ഒരു സിനിമാ കോഴ്സിന് 1000 രൂപ മുടക്കി 3 മാസം കൊണ്ട് പൂർത്തിയാക്കി കടുത്ത സിനിമാ മോഹവുമായി ഈ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അന്നേരം, എടാ മോനെ, നീ വല്ല സത്യൻ അന്തിക്കാടിൻ്റെയും IV ശശിയുടെയോ ലാൽ ജോസിൻ്റെയോ ഒക്കെ അസിസ്റ്റൻ്റായി പോ. ഇത് വെറും കല്യാണവും പിറന്നാളും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഡൂക്കിൽ സെറ്റപ്പാ. ഇതിലൊന്നും നിന്നാ നീ രക്ഷപ്പെടില്ല എന്നെന്നെ ഉപദേശിച്ച് അദ്ദേഹം മടക്കി വിട്ടിട്ടുണ്ട്. മോഡൽ മീശയും പിന്നിലേക്ക് വളർത്തിയ മുടിയുമൊക്കെയായി വീട്ടുമുറ്റത്ത് നിന്ന് ഒരമ്മാവൻ മട്ടിൽ സംസാരിച്ച ഇയാളോട്
അങ്ങനെ ചോദിക്കേണ്ടി വന്നതിലും 2-3 വർഷം അകാരണമായ വിരോധം കൊണ്ടു നടക്കേണ്ടി വന്നതിലുമെല്ലാം പിന്നീടെനിക്ക് എന്നോട് തന്നെ അവമതിപ്പ് തോന്നിയിരുന്നു. അവസാനിക്കാത്ത ഒരു യാദൃച്ഛികത കൂടി എന്നെ ആ പുസ്തകശാലയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ടൈറ്റാനിക് എന്ന കപ്പലിന്റെ മുങ്ങിത്താഴലിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ചില കണ്ടെത്തലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടൈറ്റാനിക് ദുരൂഹതകളുടെ ദുരന്തകാവ്യം എന്ന പുസ്തകമായിരുന്നു അത്. ആ പുസ്തകം ഒരുപക്ഷെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. വലിയൊരു ആകാംക്ഷയോടെ ഞാൻ അതിലെ ചില താളുകൾ മറിച്ച് വായിച്ചു നോക്കി. കപ്പലിന് എന്തെങ്കിലും സംഭവിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്താൽ വെള്ളം കയറുന്നതിനെ പ്രതിരോധിക്കുന്ന 16 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. എന്നാൽ കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചതോടെ അവയും അവിശ്വസനീയമായ വിധം തകർന്നു വെള്ളം ഉള്ളിലേക്ക് കയറി. 3320 പേർ കപ്പലിൽ ഉണ്ടായിരുന്നിട്ടും ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ആ കപ്പൽ കരുതിയിരുന്നില്ല. 1178 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന 20 ലൈഫ് ബോട്ടുകൾ മാത്രമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. അതായത് കപ്പലിലെ 1/3 ആളുകളെ മാത്രം ഉൾക്കൊള്ളുന്ന ലൈഫ് ബോട്ടുകൾ മാത്രം. എത്ര വലിയ സുരക്ഷിതമെന്ന് കരുതുമ്പോഴും കാണാതെ പോകുന്ന ചെറുതും വലുതുമായ പിഴവുകളെക്കുറിച്ചുള്ള ഒരു വിലപ്പെട്ട പുസ്തകമായിരുന്നു അത്. ഞാൻ സ്നേഹിതന്റെ തലസ്ഥാനം എന്ന രാഷ്ട്രീയ നോവലും കൂടെ ആ പുസ്തകവും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സ്വാതന്ത്ര്യദിന പതാകകൾ വിൽക്കുന്ന ഒരാൾ അവിടേക്ക് കയറി വന്നത്. മുഷിഞ്ഞൊരു മേൽമുണ്ടും നീട്ടി വളർത്തിയ താടിയും മുടിയും ഒക്കെയുള്ള ഒരു വൃദ്ധൻ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോളം അയാൾക്ക് പ്രായമുണ്ടാകും എന്നെനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നി. ഒരേ വലിപ്പത്തിലുള്ള അനേകം കൊടികൾ ദുർബലമായ ആ കൈക്കുള്ളിൽ മുറുകെ പിടിച്ചിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, "ഒരു ഭാരതം വാങ്ങിക്കൂ മോനെ. വെറും 10 രൂപ, ഒരു ചായക്കാശ്." ഞാൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഉയർന്നു നോക്കി. പലരും കോടിക്കണക്കിന് വിൽക്കുമ്പോൾ കേവലം 10 രൂപയ്ക്ക് ഭാരതത്തെ വിൽക്കുന്ന ഒരാൾ. എനിക്ക് അയാളോട് സഹതാപം തോന്നി. ഒരാവശ്യവുമില്ലെങ്കിലും ഞാനൊരു ഭാരതം വാങ്ങി. അയാൾ പല്ലില്ലാത്ത മോണ കാട്ടി തനിക്കും ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചു. ഓർത്താൽ ഉള്ളുലഞ്ഞു പോകുന്നൊരു പഴയ മനുഷ്യനെ ഓർമ്മയിലേക്ക് വലിച്ചിടുന്ന ചിരിയായിരുന്നു അത്. ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനായി എനിക്ക് അയാളെ തോന്നി. ഞാൻ അയാൾക്ക് നേരെ കൈവീശി. പുറത്തിറങ്ങി വണ്ടിയെടുത്ത് സെക്രട്ടേറിയറ്റിനരികിൽ പോകുമ്പോൾ എവിടെ നിന്നോ ചീഞ്ഞ പെരുച്ചാഴിയുടെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറി. സമയം 5:30 കഴിഞ്ഞതിനാൽ താഴെ പ്രസ് ക്ലബ് ഹാളിലേക്ക് ഞാൻ വേഗത്തിൽ വണ്ടി ഓടിച്ചു.